നീ അവിടെ നോക്ക്, നീ അവിടെ ഒരാൾ ഇങ്ങോട്ട് അതെ റഫറി ഇല്ലാണ്ട് കളിക്കാം. ഞാൻ റഫറി കണ്ടേ വേണ്ട. എന്താണ് ഇവര് കാണിക്കണത്? അഹമ്മദിയല്ലേ അവർക്ക് ആ സത്യശീലിന്റെ സൂര്യന്റെ ഒക്കെ കളിയാ. അതെ, ഓരോ ഭരണമാണ് ഇവിടെ, ഓന്റെ ഭരണമാണ്. നിങ്ങൾക്ക് രണ്ട് സ്ഥിതി അറിയാം. നിങ്ങൾക്ക് കാലം ഞാൻ ഗോളിയായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. അതെ, എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഗോളിയാണ്. കളിക്കാൻ കൂട്ടൂല അവര്. അതെ അതെ, സങ്കടം എനിക്ക്. ഞാനാണെങ്കിൽ മെസ്സിന്റെ ആളാണ്. മെസ്സി എപ്പോഴെങ്കിലും ഗോളി നിങ്ങൾ കണ്ടിക്കണോ? എന്നെയാ പറഞ്ഞു. എനിക്കതാ യോഗം. എന്നിട്ട് ഈ പോസ്റ്റിലേക്കാണെങ്കിൽ ഒരു ബോളും വരില്ല, ഇങ്ങനെ നിൽക്കുക വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയും മക്കളും പറയും ഗോളി ഏതാ വരുന്നത്. അത് കേൾക്കുമ്പോഴാ വല്ലാത്തൊരു വിഷമം. കളിക്കാൻ മുട്ടിയിട്ടേ കളിക്കാനായിട്ട് ഇവർ കൂട്ടിയില്ല. അഹമ്മദിയാണ് ഇവർക്ക്. അവരഹമ്മദിനെ ഞാൻ നിർത്തുന്നുണ്ട്. ഞാൻ വേൾഡ് കപ്പ് കാണാൻ പോകുന്നു. എവിടേക്ക്? ഖത്തറില്. എങ്ങനെ പോകും? അതിന് പണിയുണ്ട്. നമ്മളെ ശീതളിന്റെ സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ 5000-ന് മേലെ സാധനം മേടിച്ച ഒരു കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ നറുക്കെടുത്തിട്ട് കിട്ടുന്ന ആൾക്ക് വേൾഡ് കപ്പ് കാണാനുള്ള എല്ലാ ചെലവും കിട്ടും. ആണോ? എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുക? ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്. എന്റെ നല്ല സമയമാണ്, എനിക്ക് കിട്ടുമോ ഉറപ്പാ. ആണോ? 5000 രൂപേന്റെ മേലെ സാധനം മേടിക്കണം. 5000 രൂപയുടെ മേലെ സാധനം മേടിക്കണം. ആണല്ലേ? അപ്പൊ എല്ലാ ചെലവും അവരെടുക്കും. എല്ലാ ചെലവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട എല്ലാ ചെലവും അവരെടുക്കും. നമുക്ക് ഖത്തറിൽ പോവാല്ലേ? നമുക്ക് ഖത്തറിൽ പോവാം. ഇവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. Chega. E aí, vamos aprender o ABC? Quero você do meu lado pra cantar de novo. Quero gritar que te amo no meio do povo. Oh, quero você do meu lado pra cantar de novo. Quero gritar que te amo no meio do povo. Oh, que te quero amar, que te quero beijar. സുധിയേ, എപ്പോ വന്നടാ? ഞാൻ കഴിഞ്ഞ ആഴ്ച. ഇത്രണ്ട് ലീവ്? ലീവ് കുറച്ചേ ഉള്ളൂ. 1-2 മാസം കൊണ്ട് പോവാം. സാധനം വാങ്ങാൻ വന്നാലേ? സാധനം വാങ്ങാൻ വന്നാ. പെണ്ണുങ്ങളുണ്ടാ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാണാട്ടാ, സാധനം എടുക്കും. തക്കാളി ഒന്നേ സിറാജിക, തക്കാളി ഒന്ന് ശരിക്കും തുടച്ചു വെച്ചേക്ക് കേട്ടോ. ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുമ്പോ. ഇന്ന് ഫ്രഷ് വന്നിട്ടില്ലല്ലോ. ഉണ്ടാ? അതെ, അവിടുത്തെ മുതലാളിയല്ലേ? നമ്മളെല്ലാം, നിങ്ങളൊക്കെ നമ്മുടെ ഇതിന്റെ മുതലാളിയല്ലേ? നിങ്ങളല്ലേ നിലനിർത്തുന്നത്. നിങ്ങളെ മറ്റേ ഇത് സമ്മാനത്തിന്റെ ഇത് കണ്ടേ, സൗജന്യമായിട്ട് ഖത്തറിൽ പോയിട്ട് ഫുട്ബോൾ കാണാനുള്ള. ഖത്തറിൽ പോയിട്ട് സൗജന്യമായിട്ട് ഫുട്ബോൾ കാണാനുള്ള. എങ്ങനെയാ? എത്ര റുപ്യ സാധനം മേടിക്കണേ? അത് 5000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് 5000 റുപ്യ മേടിക്കണം അല്ലേ? അതെ അതെ അതെ. ഞാനിപ്പോ ഏച്ചു കിട്ടിട്ട് 1300 റുപ്യ ആയിട്ടുള്ളൂ. അത് സാധനമുണ്ട്, നോക്ക്. 5000 റുപ്യ കൊടുക്കാൻ വേണ്ടപ്പാ. അതൊക്കെ
ഖത്തറിലല്ലേ അത് ഭയങ്കര സംഭവം കേട്ടോ. കാരണം 5000 രൂപയ്ക്ക് ഖത്തറിൽ പോയിട്ട് ഫുട്ബോൾ കണ്ട് തിരിച്ചു വരാൻ വലിയ ഭാഗ്യല്ലേ. പിന്നെന്താ നമ്മള് സൗജന്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മനസ്സ് വന്ന്? അല്ല നമ്മളൊരു ഫുട്ബോൾ പ്രേമി അല്ലേ, അപ്പൊ പിന്നെ ആണോ? ഏത് ടീമിന് കൂടിയാ? നിങ്ങളേതാ? ഞാൻ അർജന്റീന. ഞാനും അർജന്റീന. ഇല്ല സംഭവം കേട്ടോ. അല്ല ഈ 5000-ന് ഓഫർ വല്ലതും ഉണ്ടോ? അല്ല 5000-ന്റെ ഓഫറാണ് നമ്മൾ പറയുന്നത്, കളി കാണാനുള്ള ടിക്കറ്റ്. അല്ല അതല്ല, ഈ 5000 എന്നുള്ളതിന് വല്ല ഓഫർ ഉണ്ടോ ചോദിക്കാം. അതിന് ഇനി എന്തോ ഓഫറാണ് കാര്യം. പക്ഷെ നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടത്. ഇവിടെ വേറെ ഒരു സൂപ്പർ മാർക്കറ്റാരും ചെയ്യുന്നില്ല. നമ്മള് നാടിന്റെ ആവേശത്തിനൊപ്പം ഫുട്ബോൾ ആവേശമാണ്. ഒരാൾക്ക് ഭാഗ്യം കിട്ടട്ടെ നമ്മളല്ലേ. അതെ ശരി താൻ ആയിക്കോട്ടെ. അപ്പൊ നടക്കട്ടെ, നടക്കട്ടെ. എങ്ങനെയാണ് പഠിച്ചത്? 5000 വലിയുള്ള കാര്യന്നൊക്കെ പറഞ്ഞു വലിയ കേട്ടാണ്. തികയില്ല. എന്താ ഒരു വൈകി 5000 ആക്കി. Quero mais, quero mais. Ainda vem menina pra piscina, trago o cheiro azul do mar. Vou viver seu encanto bem mais igual é porque സുധിയേ, ഈ കണ്ടമാന സാധനം എടുക്കണ്ടോ? ഞാനൊരു മാസത്തേക്കുള്ള ഒരുമിച്ച് എടുക്കല്ലേ? ഒരു മാസത്തേക്കുള്ള എടുക്കുക? അതെ അതെ. ആണോ? ആ. അപ്പൊ ഏകദേശം ഇപ്പൊ എത്ര രൂപയുടെ സാധനം ഉണ്ടാവും? ഇതിപ്പോ എല്ലാം കൂടി ഒരു 3000 രൂപയുടെ അടുത്ത്. 100 രൂപ ഉണ്ടോ? അതെ അതെ. എടാ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഉപകാരം ചെയ്യോ? എന്തേ? ഈ ഇന്നൊന്ന് സഹായിക്കണോ? ഞാനിപ്പോ എടുത്തിട്ട് ഏകദേശം ഒരു 1500 സാധനം ഉള്ളൂ. അതിന് അപ്പൊ ഇവിടെ 5000 രൂപന്റെ ബില്ലാക്കിയാലേ നമുക്ക് ആ കൂപ്പൺ കിട്ടുള്ളേ വേൾഡ് കപ്പ് കാണാനുള്ള. വേൾഡ് കപ്പിന്റെ. എനിക്ക് കാണാൻ മൂടുണ്ടോ വേൾഡ് കപ്പ്? നമുക്ക് അതിന് താല്പര്യമില്ല. ഇല്ല ഇല്ല. അപ്പളേ ഇന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലേ എന്റെ ബില്ലും എന്റെ ബില്ലും കൂടി കൂട്ടി ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിലേ ആ കൂപ്പൺ കിട്ടും. അല്ല അപ്പൊ എന്റെ സാധനം എനിക്ക് വേണ്ട. സാധനമൊക്കെ വേറെ കവറിലിട്ട് നമുക്ക് അങ്ങോട്ടും കൊണ്ട് ബിരിച്ചെടുക്കാം. ബില്ല് മാത്രം ഒരുമിച്ചാക്കിയാൽ ഈ കൂപ്പൺ കിട്ടും. കുഴപ്പമില്ല. അങ്ങനെയാണ് കൂപ്പട്ടാലേ വല്ല രീതിയിലും ഭാഗ്യം വരണം. എനിക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ആയിക്കോട്ടെ. പണ്ടുകളുടെ ആഗ്രഹമല്ലേ. നടക്കട്ടെ. സാധനം എടുത്തു കഴിഞ്ഞപ്പോ എല്ലാം എടുത്തു. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ. അടച്ചോനെ. Quero você do meu lado pra cantar de novo. Din, 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 din. Quero gritar que te amo no meio do povo. Quero você do meu lado എന്റെ പൈസ വെച്ചോ. ആയിക്കോട്ടെ. എനിക്ക് കാർഡ് കൊടുത്തോ. ശരി. pra cantar te amo no meio do povo. അല്ല മോനെ കൂപ്പണേടെ എന്തോ സാറേ വേൾഡ് കപ്പ് കാണാൻ അതിനാണ് സാധനം മേടിച്ചിക്കണേ. Dar a você. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? ഇത് സാറ് പേരും ഫോൺ നമ്പർ എഴുതി ബോക്സിലിട്ടാ ഓട്ടാതി അല്ലേ? സുധിയെ ഇതൊന്ന് വാ. എനിക്ക് ഒറ്റയ്ക്ക് അവർക്ക് കൈ വരച്ചാലോ. അന്ന് എഴുതിയിട്ട് മൊയ്തു പി മൊയ്തു പി തയ്യനം തൊടി 98 98 77 43 02 നിങ്ങൾ എന്നെ കിട്ടി വിളി. കുറച്ചോനെ നിങ്ങൾ കാത്തോളി. മൊയ്തൊക്കെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ. ശരി. Ai, 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 ai. എന്താ സൂതേട്ട നെയ്മറ് നിക്കണോടത്താണ് കയറി ചവിട്ടണത്. തുടച്ചാൽ ലുക്കായിട്ടുണ്ടല്ലേ സംഭവം എന്തായിട്ടുണ്ട്? അല്ലടാ നമ്മൾ എത്ര അടിയുടെ കട്ടൗട്ട് ആക്കാൻ പറഞ്ഞു? ഞാൻ 10 അടിയാണ് അവനോട് പറഞ്ഞത്. ഇത് ചെറുതായി പോയി. ഇത് 10 അടി ഉണ്ടത്? ഇത് വളരെ ചെറുതായി. ഇത് നെയ്മറുടെ വലിപ്പമുണ്ട്. അല്ല അതാണ് അവൻ 2 അടിയുടെ കട്ട പിടിപ്പിച്ചു തന്നതേ. ഇപ്പൊ പൊക്കത്തിൽ 8 അടി വരും. അല്ല ഇവിടെ സത്യശീലിനും മന്മഥനൊക്കെ ഉണ്ണിയുടെ അടുത്ത് അത്ര കൊടുത്തേക്കണത്. അവനെ ഏക്കൂല. ഏറ്റു ആര് പറഞ്ഞു? പിന്നെ അവരെ പറഞ്ഞു ഞാൻ കേട്ടല്ലേ ഏറ്റു. അത് ശരി. അത് വിളിച്ചു അല്ല അവന് ശരിയല്ല. ചെയ്യൂലെന്നാണ് അവിടെ അഡ്വാൻസ് കൊടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞു. ഇല്ലെന്ന് ഉണ്ണി നമ്മുടെ ആളല്ലേ, ബ്രസീലിന്റെ ആളല്ലേ. ഇത് പറഞ്ഞു നോക്കട്ടെ അത് ശരിയല്ല. ആ ഞാൻ അറിഞ്ഞത് ഉണ്ണിനെ ഏറ്റേ. വിളിച്ചോ ആ ഉണ്ണി ആ പേരാണ്. എടാ ഇവിടെ ക്ലബിൽ ആകെ പ്രശ്നമല്ലടാ. നീ എന്ത് പരിപാടിയാ കാണിച്ചത്? 10 അടിയുടെ ഉണ്ടാക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞ കട്ടോട്ടർ നെയ്മർ ബൈഡാ.
നീ ഇത് എത്ര അടി ഉണ്ടാക്കിയാണ്? നെയ്മറുടെ പൊക്കോളൂ എന്ന് പറഞ്ഞ് സെക്രട്ടറി സൂതാരന് ഇപ്പൊ എന്റെ വെക്കിട്ട് കയറിയാണ്. അതെ, ഈ സത്യശീലനൊക്കെ നിനക്ക് മെസ്സിയുടെ കട്ടൗട്ട് ഉണ്ടാക്കാൻ ഓർഡർ തന്നിട്ടുണ്ടോ? അല്ല, നീ അപ്പൊ അത് ഏക്കാൻ പാടില്ല. നീ നമ്മുടെ ടീമല്ലേ? ആണോ? നിന്റെ പണി ചെയ്യണേ കുഴപ്പമില്ല. അതെ, എത്ര അടിയാ പറഞ്ഞാണ? അതെ, നമ്മുടെ നെയ്മറിനെ ഉണ്ടാക്കിയേക്കണ അതേ പൊക്കം മാത്രം അതിനും പാടുള്ളൂ. 1 ഇഞ്ച് കൂടിയാ നിന്റെ കയ്യും കാലും ഞങ്ങൾ വെട്ടിക്കളയും കേട്ടാ. കൂടുകയും ചെയ്യരുത്. നമ്മുടെ അതിനെക്കാണ് 1, 2, 3 ഇഞ്ച് കുറഞ്ഞു തന്നാ മതി. അവര് അളക്കാനൊന്നും പോവില്ല. അവരെപ്പോഴാ മേടിക്കാൻ പറ്റും ചോദിക്കും. അതെ, അവരെവിടെ വെക്കണേന്ന് വല്ലതും പറഞ്ഞാ? ആണോ? എപ്പോഴാ വാങ്ങണത്? അതിനു മുമ്പ് നമുക്ക് വെക്കാനാണ്. ശരി ശരി ശരി. ഓക്കെ എന്നാ. ജയ് ബ്രസീൽ. അതെ, അവരാ പള്ളിയിറക്കാവ് അമ്പലമില്ലേ, അതിന്റെ ഫ്രണ്ടിലാണ് വെക്കാൻ ഉദ്ദേശിച്ചാണ്. നാളെ രാവിലെ ഒന്ന് മേടിക്കുള്ളൂ എന്നാ പറഞ്ഞത്. നാളെ രാവിലെ അവിടെ വന്ന് അവര് മേടിക്കുള്ളൂ. നമുക്ക് അവിടെ ചെന്ന് മേടിക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ വെക്കണം. നമുക്ക് ആദ്യം വെക്കണം. അപ്പൊ നേരത്തെ എല്ലാവരും വരണം. രാഘവട്ടാ, നാളെ നേരത്തെ വരണം. നമുക്ക് കട്ടൗട്ട് വയ്ക്കണ്ടേ? എന്തിനാ എന്നെ പുറത്താക്കിയില്ലെന്ന്? ഞാൻ വരുന്നില്ല. വിട്ട് കളരാകട്ടെ. നിങ്ങൾ ഇതിന്റെ രക്ഷാധികാരിയല്ലേ? എന്ത് രക്ഷാധികാരി? ആ ബഹുമാനം തരുന്നുണ്ട്. രാഘവട്ടം ബ്രസീലിന്റെ ആണല്ലേ? അതെ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ മീറ്റിങ്ങിന് വന്നൊക്കെ? അതെ, എല്ലാ കാര്യത്തിലും സഹകരിക്കണം. അതുകൊണ്ടല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ലേ? അവിടെ കളിക്കുമ്പോ സത്യശീലൻ എന്നെ പിന്നിന്ന് ചവിട്ടല്ലേ ചെയ്ത്. എന്നിട്ട് ചോപ്പ് കാർഡ് എന്തിനാ എന്നെ കാണിച്ചത്? അത് ഫൗള് നിങ്ങളെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ചോപ്പ് കാർഡ് കാണിച്ചത്. അതെ, ആ കളിയുടെ ഒരു ഞാൻ റഫറി അല്ലേ? നാളെ തൊട്ട് അനുസരിക്കാവാ. നാളെ തൊട്ട് രാഘവേട്ടന് ഒരു വിസിലടിച്ചാ കളി അവിടെ നിർത്തും. റെഡ് കാർഡ് കാണിച്ചാൽ ഞങ്ങൾ പുറത്തു പോവുകയും ചെയ്യും. പോരെ? റഫറി ആയ അതിന്റെ മാന്യത കാണിക്കാം. പിന്നെ അങ്ങനല്ലേ അപ്പോഴേ നാളെ രാവിലെ നേരത്തെ നമുക്ക് നെയ്മറുടെ കട്ടൗട്ടർ അവിടെ വെക്കണം. എല്ലാവരും ഒരു 7 മണിയാകുമ്പോഴേക്കും. രതീഷ്, ഇല്ല മുട്ടുകാലിന്റെ അവിടെ എന്താണ് ഒരു പൊടിയൊന്നും തുടച്ചത്? അതങ്ങനെ വന്നത് ഇവിടെയാണോ? അവിടെ കൈയിടല്ലേ, നെയ്മൂനി കിളിയാവൂലേ? ട്രൗസർ എന്താ കയറിയാൻ തോന്നുന്നു. അത് കീറിയ ട്രൗസർ ഇട്ടതായിരുന്നില്ലേ? അതെല്ലാം മറ്റവന്മാരെ ഉഗ്രം ഫോട്ടോ വെച്ചാലേ നമ്മ പുറകെ പോകാൻ പാടില്ലല്ലോ. അതൊക്കെ എന്തായാലും ചുള്ളനായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നാളെ 7 മണിക്ക് വരിക. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം? വേറെ ഒന്നുമില്ല. രാവിലെ അപ്പൊ രാവിലെ കാണാം. ആയിക്കോട്ടെ. വിളിക്കല്ലേ മെസ്സി. മെസ്സിന്ന് മാത്രല്ലാതെ ഓന്റെ ഉപ്പ ഓന്റെ വീട്ടിൽ വിളിക്കണ പേര് മേഴ്സി എന്നാണ്. ഓന്റെ ഉമ്മ വീട്ടിൽ വിളിച്ചിരുന്ന എന്താ അറിയാമോ? മിക്സി. പിന്നെ എന്തായാലും വിളി. എന്തേ അതെന്താടാ കാണിച്ചു വെച്ചേക്കണ്? നമ്മുടെ നെയ്മർ ഇരിക്കേണ്ടോടത്താണ് മെസ്സി ഇരിക്കണത്. ശരിയാണല്ലോ. അത് ഉണ്ണി ചതിച്ചാൽ അവരിന്ന് രാവിലെ വന്ന് പ്ലസ് കൊണ്ടുവരുന്നല്ലേ പറഞ്ഞു. ഉണ്ണി ചതിച്ചായിരുന്നല്ലോ. 7 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രേ? എന്താ നിങ്ങൾ അതെ, അത് നമ്മുടെ വെക്ക നമ്മ പിടിച്ച സ്ഥലമാണ്.
ആ മൊയ്തോനെ പറ. ആ എന്താണ്? അതല്ല, ആ സൂപ്പർ മാർക്കറ്റിലെ വേൾഡ് കപ്പ് കാണാനുള്ള ടിക്കറ്റ് എനിക്ക് അടിച്ചേ. മണ്ടൂരു നമസ്കാരം കേട്ടോ. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലക്കി ഡ്രോ നമ്മൾ ഇവിടെ വെച്ചിരുന്നു. അപ്പൊ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള മൊയ്തൂന്, അത് അദ്ദേഹം ഒരു വലിയ ഫുട്ബോൾ പ്രേമിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഇതെന്റെ വൈഫാണ്. അപ്പോ എന്റെ വൈഫ് മണ്ടോദരിയാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്. മണ്ടു. അപ്പോ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. കാരണം നമ്മുടെ ലോകകപ്പ് ടൂർണമെന്റ് നടക്കുമ്പോ അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലൊരാൾക്ക് കളി കാണാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ മൊയ്തു ഹാപ്പി അല്ലേ? അടുത്ത ക്രിക്കറ്റ് ലോകകപ്പ് വരുമ്പോഴും ഇതുപോലത്തെ തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ബ്രസീൽ ആണോ? ഞാനും ബ്രസീൽ. സാർ ഞാൻ അർജന്റീന. ആണോ? ഞാനും അർജന്റീന. അറിയോ, എപ്പോഴും ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ലക്കി ഡ്രോ ഒന്നും വെച്ചില്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമുക്ക് അരിക്ക് 45 രൂപ റേറ്റ് ഉള്ള സമയത്ത് നമുക്ക് 44 രൂപയുള്ളൂ. അതുപോലെ നമ്മൾ തക്കാളിക്ക് ഒരു 35 രൂപ വില വരുമ്പോൾ നമുക്ക് 34 രൂപയുള്ളൂ. അതുപോലെ നമ്മൾ ഇവിടെ വെക്കുന്ന ഓരോ സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോ പാത്രങ്ങൾ 5 ലിറ്റർ കുക്കറിന്റെ കൂടെ നമ്മളൊരു നോൺ സ്റ്റിക് പാൻ കൊടുക്കാറില്ലേ? അതെ അതെ അതെ. കത്തി നല്ല തരത്തിലുള്ള കത്തികളുണ്ട്. അത് നമുക്ക് വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ലക്കി ഡ്രോ ഞങ്ങളുടെ ഒരു ഈ നാടിന്റെ ആവേശത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ചെയ്തിട്ടുള്ളത്. ഹാപ്പി ആണല്ലോ? അപ്പൊ ഇത് കൊടുക്കാല്ലേ? എല്ലാവരും ഇതൊക്കെ നമ്മുടെ സ്റ്റാഫുകളാണ്. ഒരാൾ നേരിട്ടിട്ട് നെയ്മറിനെയും ബസ് കാണാൻ പോവാണ്. ആയിക്കോട്ടെ.